വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം. കർത്താവ് നോഹയോട് അരുൾ ചെയ്തു, നീയും നിന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക. കാരണം ഈ തലമുറയിൽ എന്റെ മുൻപാകെ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ജോഡി വീതവും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡിയും നീ എടുക്കണം. അതുപോലെ ആകാശത്തിലെ പക്ഷികളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡി വീതവും. ഇത് ഭൂമുഖത്താകെ അവയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതിനാണ്. എന്തെന്നാൽ 7 ദിവസം കൂടി കഴിഞ്ഞാൽ 40 പകലും 40 രാവും ഭൂമിയിൽ ഞാൻ മഴ പെയ്യിക്കും. ഞാൻ ഉരുവാക്കിയ സകല ജീവികളെയും ഞാൻ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ എല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയമുണ്ടായത്. നോഹയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരും അവന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയത്തിന് മുൻപേ പെട്ടകത്തിലേക്ക് വന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും പക്ഷികളിൽ നിന്നും നിലത്തിഴയുന്ന സകലതിൽ നിന്നും നോഹയോട് കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ 2 വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു. 7-ാം ദിവസം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അതേ ദിവസം അത്യഗാധത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകി. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടു. 40 പകലും 40 രാവും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. ഈ ദിനം തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യ അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാർ എന്നിവരും അവനോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചു. അവരും ഇനമനുസരിച്ച് എല്ലാ ജീവികളും എല്ലാ കന്നുകാലികളും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളും എല്ലാ പക്ഷികളും പറവകളും ജീവശ്വാസമുള്ള എല്ലാ ശരീരങ്ങളിൽ നിന്ന് 2 വീതവും നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു. അവനോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ സകല ശരീരങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി വന്നവയെല്ലാം അകത്തു കടന്നു. അവനെ അകത്താക്കി കർത്താവ് വാതിലടച്ചു. ഭൂമിയുടെ മേൽ 40 ദിവസത്തേക്ക് ജലപ്രളയമുണ്ടായി. ജലം പെരുകി പെട്ടകത്തെ ഉയർത്തി. അത് ഭൂമിക്ക് മുകളിൽ ഉയർന്നു പൊങ്ങി. ജലം പ്രബലപ്പെടുകയും ഭൂമിയിൽ ഏറെ പെരുകുകയും ചെയ്തു. പെട്ടകം ജലമുഖത്ത് ചരിച്ചു. ജലം ഭൂമിക്ക് മേൽ അത്യധികം പ്രബലപ്പെട്ടു. ആകാശം മുഴുവന്റെയും കീഴെയുള്ള എല്ലാ ഉന്നത പർവ്വതങ്ങളും മൂടപ്പെട്ടു. പർവ്വതങ്ങൾ മൂടപ്പെടുമാറ് ജലം അവയ്ക്ക് മുകളിൽ 15 മുഴം ഉയർന്നു നിന്നു. പക്ഷികളിലും കന്നുകാലികളിലും വന്യമൃഗങ്ങളിലും ഭൂമിയിൽ നിറഞ്ഞിരുന്ന എല്ലാ ജന്തുക്കളിലും പെട്ട എല്ലാ ഭൂചര ശരീരികളും ചത്തൊടുങ്ങി. ഒപ്പം എല്ലാ മനുഷ്യരും. കരയിലുള്ളവയിൽ ജീവചൈതന്യ ശ്വാസം നാസാരന്ധ്രങ്ങളിലുള്ളവയെല്ലാം ചത്തു. മനുഷ്യൻ മുതൽ മൃഗം വരെ, ഇഴജന്തു മുതൽ ആകാശപ്പറവ വരെ, ഭൂമുഖത്തെ സകല ജീവികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. അവ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നോഹയും അവനോടൊപ്പം പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. 150 ദിവസം വെള്ളപ്പൊക്കം ഭൂമിക്ക് മേൽ പ്രബലപ്പെട്ടു നിന്നു. 7-ാം സങ്കീർത്തനം. എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ പിന്തുടരുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്റെ ആത്മാവിനെ ചീന്തിക്കീറും. മോചിപ്പിക്കാൻ ആരുമില്ലാതെ വലിച്ചിഴയ്ക്കും. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ കൈപ്പത്തികളിൽ അകൃത്യമുണ്ടെങ്കിൽ, ഞാൻ എന്റെ സുഹൃത്തിന് തിന്മ പകരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ എതിരാളിയെ അകാരണമായി കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്റെ ആത്മാവിനെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എന്റെ ജീവൻ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ. ആന്തരിക അവയവങ്ങൾ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവെ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എന്റെ എതിരാളികളുടെ അഹന്തയ്ക്കെതിരെ ഉയരണമേ, ഉണരണമേ.
എനിക്കായി ഒരു ന്യായവിധി കൽപ്പിക്കണമേ. ജനപദങ്ങളുടെ സമൂഹം അങ്ങയെ ചൂഴ്ന്നു നിൽക്കട്ടെ. അവയ്ക്കുമീതെ ഉന്നതത്തിൽ അങ്ങ് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. എന്റെ നീതിയും നിഷ്കളങ്കതയും അനുസരിച്ച് കർത്താവെ എന്റെ മേൽ വിധി പ്രസ്താവിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളും അന്തരംഗങ്ങളും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. പരമാർത്ഥ ഹൃദയരെ രക്ഷിക്കുന്ന ദൈവമാണ് എനിക്ക് മീതെയുള്ള എന്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അനുദിനം രോഷം കൊള്ളുന്ന ദൈവമാണ്. മനസ്സ് മാറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലുകുലച്ച് അത് ഒരുക്കി വച്ചിരിക്കുന്നു. കത്തുന്നവയായി അവിടുന്ന് തന്റെ ശരങ്ങൾ ഉണ്ടാക്കി മാരകായുധങ്ങൾ തനിക്കായി സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദ്രോഹം ജനിപ്പിക്കുന്നവനാകട്ടെ അധർമ്മത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, അത് ആഴപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ തന്നെ അവൻ വീഴുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിലേക്ക് തന്നെ തിരിയുന്നു. അവന്റെ അക്രമം സ്വന്തം നെറുകയിൽ പതിക്കുന്നു. കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് കീർത്തനം ആലപിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ ചോദിക്കും? കപട നാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ തക്കവിധം വ്യക്തമായി നീ കാണും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുൻപിൽ ഇട്ടുകൊടുക്കരുത്. അവ മുത്തുകൾ ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. കാരണം ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അതിനാൽ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ ഏറെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുങ്ങിയതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക. ഉള്ളുകൊണ്ട് അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും. കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അതിനാൽ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും.
മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നിട്ടും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. അങ്ങനെ യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. എന്തെന്നാൽ അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.